ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഹെയർ ഡൈ പൗഡർ വെച്ചിട്ട് നമുക്ക് 3 രീതിയിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനും പറ്റും. അലർജിയൊന്നും ഇല്ലാണ്ട് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അകാല നരയൊക്കെ വരുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കാം. ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏത് പാത്രമാണെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഞാൻ പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല, നമുക്ക് കാരണം ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കരിഞ്ജീരകം എടുത്ത് അതേ അളവിൽ തന്നെ കുറച്ച് ഉലുവ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കരിഞ്ജീരക ഉലുവയൊക്കെ നമുക്ക് അറിയാം നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പ് കളറാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ഒരു 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ആദ്യം ഇത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കരിഞ്ജീരകവും ഉലുവയൊക്കെ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം ഒരു 2 സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലൊരു ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട്, നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്താൽ മുടി ഒഴിഞ്ഞു പോകുമെന്നൊക്കെ. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. മുടി നല്ല ബ്ലാക്ക് കളറായി കിട്ടും. കാരണം നമ്മളതിൽ മഞ്ഞൾപ്പൊടി മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്, മുടി നന്നായിട്ട് ബ്ലാക്ക് കളറാകാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടിയാണ് നമ്മളതിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പൊടിയുള്ള കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ചൂട് നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് നേരം അതുപോലെ തന്നെ നിൽക്കും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി ചൂട് അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്കൊരു 2-3 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നിങ്ങൾക്ക് നീലയമരിയൊന്നും അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പൊടി എടുക്കുക. അതിലേക്ക് നമുക്ക് നീലയമരിയുടെ പൗഡർ, ഇതുപോലെ നീലയമരിയുടെ പൗഡർ എടുത്ത് ഈ പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട്
നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നരച്ച മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അതൊന്ന് ഉണങ്ങുന്നത് വരെ, അതായത് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ, നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഈ ഒരു പൗഡർ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. കാരണം ഇതിൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളർ ആകാനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പേടിയില്ലാണ്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നീലാമ്പരി അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക, അതിലേക്ക് നമ്മുടെ നീലാമ്പരിയുടെ പൗഡർ കൂടി മിക്സ് ചെയ്ത് നമുക്ക് കട്ടൻ ചായയിലോ അല്ലെങ്കിൽ കാപ്പി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഒരു മെത്തേഡെന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക, അതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ കുറച്ചൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പുവോ താളിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് കഴുകിക്കളയാം. പക്ഷേ ഇത് നമുക്ക് ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അത്. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള പൗഡർ എത്രയാണെന്ന് വെച്ചാൽ അതെടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മുടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അത് വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് യൂസിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അകാല നരയൊക്കെ, നമുക്ക് പ്രായം എത്തുന്നതിന് മുമ്പേ വരുന്ന നരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് 100% മാറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്തും ഈ ചെവിയുടെ ഈ സൈഡിലൊക്കെ നരച്ച മുടിയൊക്കെ ഇരിക്കുന്നത് നമുക്കതൊന്ന് കവർ ചെയ്തൊന്ന് ബ്ലാക്ക് കളറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നിന്ന് കുറച്ച് പൊടി എടുക്കുക. ഇതുപോലെ അലോവേര ജെല്ല്, അത് നമുക്ക് ഫേസിൽ മാത്രം യൂസ് ചെയ്യുന്ന അലോവേര ജെല്ല് എടുക്കരുത്, ഫേസിലും ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അലോവേര ജെല്ല് എടുക്കുക. കുറച്ചെടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ബ്രഷോ അല്ലെങ്കിൽ മസ്കാരയുടെ ബ്രഷോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നമുക്കിതുപോലെ ഒന്ന് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അത് മുടിയിലങ്ങ് അബ്സോർബ് ആകും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ടാലോ നമ്മുടെ കയ്യിലോ ദേഹത്തോ തുണിയിലോ അങ്ങനെ ഒന്നും ആകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അത് പെട്ടെന്ന് തന്നെ മുടിയിലങ്ങ് അബ്സോർബ് ആകും. അപ്പോൾ നമുക്ക് കോമ്പൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്യി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് വരുന്നത് വരെയും അത് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അതിനുശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുമ്പോൾ അതങ്ങ് പോകും. അതൊരു പെർമനൻ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് 3 രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ 3 രീതിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇത് യൂസ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം അത്രയും റിസൾട്ട് കിട്ടും. ഒരു തവണ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ നാളിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഹെയർ ഡൈ വേറെ ഏതെങ്കിലും ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാണ്, ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള പൗഡർ അതിലേക്ക് ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത്രയും നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒരു തവണ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതൊന്ന് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡ് നീലയമരി ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ആഴ്ച വരെയൊക്കെ ഈ കളർ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്